ബി.ജെ.പി. ബന്ധം ആരോപണത്തിൽ ഇ.പി. ജയരാജനെതിരെ CPM നടപടിക്കെന്ന സൂചന. LDF നേതൃസ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റുന്ന കാര്യം ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും. അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് അറിയുന്നത്. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ ഇ.പിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ചർച്ചയ്ക്കിടെ ഇ.പി. ക്ഷുഭിതനായി. ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ ഇ.പി. ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ 40 നിമിഷങ്ങൾക്കകം ചേരും. അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഷെവീദ് റാവുത്തറും വയനാട്ടിൽ നിന്ന് ദീപക് തർമടവും തത്സമയം ചേരുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇ.പി. പിന്നെ കണ്ണൂരിലേക്ക് മടങ്ങി എന്ന് തന്നെയാണ്. മാത്രമല്ല ഇ.പിയും നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയും തമ്മിൽ സെക്രട്ടേറിയറ്റിൽ വാക്കേറ്റമുണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നു. നമുക്കൊപ്പം ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. പറയൂ ദിലീപ്, വിശദാംശങ്ങൾ. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇ.പി. ജയരാജൻ വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നു. നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ തന്നെ വന്ന് കണ്ടിരുന്നു എന്ന ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ പരാമർശത്തിന് പിന്നാലെ CPM നേതൃത്വത്തെ CPM അണികളെയും ഒക്കെ ഞെട്ടിപ്പിച്ച ഒരു പരാമർശമായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ.പി. ജയരാജൻ നടത്തിയത്. അതിനു മുമ്പ് തന്നെ ചില അഭ്യൂഹങ്ങൾ ഇ.പി. ജയരാജൻ BJP-യിലേക്ക് പോകും എന്ന നിലയിലൊക്കെ BJP കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചാരണമുണ്ടായിരുന്നു. ഇത് പക്ഷേ ഇ.പി. ജയരാജൻ തള്ളിക്കളഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് വോട്ടെടുപ്പ് ദിവസം പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്ന് കണ്ടുവെന്ന ഇ.പി. ജയരാജൻ്റെ പരാമർശം വരുന്നത്. ഇത് CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ച കാര്യമാണ്. പക്ഷേ പിന്നീട് ഇക്കാര്യത്തിലൊരു വിശദ ചർച്ച മതി എന്നായിരുന്നു CPM നേതൃത്വം തീരുമാനിച്ചിരുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇന്നലെ ഒരു പകൽ മുഴുവൻ നീണ്ട സെക്രട്ടേറിയറ്റ് യോഗമാണ് തിരുവനന്തപുരത്ത് നടന്നത്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുമായും ഇ.പി. ജയരാജൻ ഈ വിഷയത്തിൽ വാക്കേറ്റമുണ്ടാക്കി. നേരത്തെ തന്നെ ഇ.പി. ജയരാജൻ മുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു പോവുകയായിരുന്നു നല്ലതെന്ന് മന്ത്രി തുറന്നടിക്കുകയും ചെയ്തു. ഏതായാലും സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള ഏകദേശ ധാരണ സെക്രട്ടേറിയറ്റിലായിട്ടുണ്ട്. സംസ്ഥാന സമിതിയുടെ അംഗീകാരമാണ് ഇക്കാര്യത്തിൽ ഇനി ആവശ്യമായിട്ടുള്ളത്. ഇന്ന് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകുകയാണെങ്കിൽ ഉടൻ തന്നെ ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറേണ്ടി വരും. പകരം പരിഗണിക്കുന്ന പേരുകൾ AK ബാലൻ്റേതും TP രാമകൃഷ്ണൻ്റേതുമായിരുന്നു. AK ബാലൻ മുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് വരുന്നതിനുള്ള വിമുഖത അദ്ദേഹം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ TP രാമകൃഷ്ണൻ LDF കൺവീനർ ആകുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. SKN. ഓക്കെ, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്ക് ഷെവീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെവീദ്, ദിലീപ് കുമാർ പറഞ്ഞതുപോലെ AK ബാലന് ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെ TP രാമകൃഷ്ണൻ ആയിരിക്കും അടുത്ത LDF കൺവീനർ എന്ന രീതിയിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് അത് ഈ രാജ്യസന്നദ്ധ ഇ.പി. ജയരാജൻ പാർട്ടിയെ അറിയിച്ചു എന്നുള്ളതാണ്. LDF കൺവീനർ സ്ഥാനം ഒഴിയാമെന്ന് ഇ.പി. ജയരാജൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു, CPM നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. പ്രകാശ് ജാവ്ദേക്കർ ഇ.പി. കൂടിക്കാഴ്ച സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇ.പി. ജയരാജൻ്റെ നിർണായക നീക്കം. കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് പോയി എന്നുള്ളതും ഒരു സുപ്രധാനമായ വിവരമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഏതായാലും രാജ്യസന്നദ്ധത, ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് താൻ ഒഴിയാം എന്നുള്ള സന്നദ്ധത അത് ഇ.പി. ജയരാജൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ തന്നെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജയരാജനെതിരെ കടുത്ത വിമർശനം ചില അംഗങ്ങൾ ഉന്നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനം ഇ.പി. ജയരാജൻ്റെ BJP നേതാക്കളുമായിട്ടുള്ള അടുപ്പം, അതേപോലെ ബിസിനസ് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇടത് നയത്തിന് എതിരാണ്, അല്ലെങ്കിൽ ഇടത് നയത്തിന് ചേരുന്നതല്ല. പലപ്പോഴും ഇടത് സമീപനങ്ങൾ, ഇടത് നിലപാടുകളെയൊക്കെ വെട്ടിലാക്കുന്ന രീതിയിൽ ചില നീക്കങ്ങൾ അത് ഇ.പി. ജയരാജൻ നടത്തുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ ഇന്നലത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യും. ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും രാജ്യസന്നദ്ധത ഇ.പി. ജയരാജൻ പാർട്ടിയെ അറിയിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഇ.പി. ജയരാജൻ പുറത്തേക്ക് തന്നെ എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അതിൽ ധാരണയുണ്ടാകും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ ഉടലെടുത്തിരുന്നു. ഇന്നലെ ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റിൽ ക്ഷുഭിതനായതടക്കം പലതരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു. ഏതൊരു ഘട്ടത്തിലും സംസ്ഥാന സെക്രട്ടറിയോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതൊക്കെ നമ്മൾ കണ്ടതല്ലേ, അത് പരിശോധിക്കാം, അതല്ലെങ്കിൽ അത് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടതല്ലേ എന്നുള്ള മറുപടിയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നടത്തിയത്. അതിനൊക്കെ പിന്നാലെയാണ് ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദമായി വിഷയം ചർച്ചയായത്. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. അതിലൊന്ന്
രാജിസന്നദ്ധത അത് ഇ പി ജയരാജൻ CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ നിർണായകമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയിട്ടുമുണ്ട്. SKN ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന മറ്റൊരു വാർത്ത AK ബാലനോ അതല്ലെങ്കിൽ TP രാമകൃഷ്ണനോ LDF കൺവീനർ സ്ഥാനത്തേക്ക് വരുമെന്നാണ്. എന്നാൽ AK ബാലന് ഇത് ഏറ്റെടുക്കാൻ ഒരു താല്പര്യവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് പരിഗണിക്കുന്ന പേര് തീർച്ചയായിട്ടും TP രാമകൃഷ്ണൻ്റേതാകും. ദിലീപ് കുമാർ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? SKN നേരത്തെ മുതൽ തന്നെ സമീപകാലത്തായി നേരത്തെ മുതൽ പല വിവാദങ്ങളും ഇ പി ജയരാജൻ ഉൾപ്പെട്ടിരുന്നതാണ്. പിന്നീട് സമീപകാലത്തായി BJP ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഇ പി ജയരാജന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. CPIMനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയ കാര്യമാണ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ദല്ലാൽ എന്നറിയപ്പെടുന്ന നന്ദകുമാർ ഈ തരത്തിൽ ഇ പി ജയരാജൻ BJPയിലേക്ക് പോയേക്കും, BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രനും സമാനമായ ആരോപണം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. തൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് BJP നേതാക്കളെ കണ്ടത് എന്ന കാര്യമായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ്, അത് വോട്ടെടുപ്പ് ദിവസമാണ്, ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യം ഇ പി ജയരാജൻ സമ്മതിച്ചത്. ഏതായാലും പാർട്ടി നേതൃത്വം അറിയാതെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച, BJP നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ച CPIM കേന്ദ്രങ്ങളെ വലിയ തോതിൽ തന്നെ ഞെട്ടിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന തരത്തിലുള്ള പ്രചാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉയർത്തുകയും NK പ്രേമചന്ദ്രൻ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തു എന്ന കാര്യമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് CPIM സജീവമാക്കി നിലനിർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് മുന്നണി കൺവീനർ തന്നെ, CPIMൻ്റെ സംസ്ഥാന നേതാവ് തന്നെ ഈ നിലയിൽ BJP നേതൃത്വവുമായി BJPയുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം പുറത്തു വന്നത്. അത് മറ്റേതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ വെച്ചായിരുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള അത്തരം ചടങ്ങുകളിലായിരുന്നില്ല. മറിച്ച് ഇ പി ജയരാജൻ്റെ തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള ഫ്ളാറ്റിലെത്തിയാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നതാണ് CPIM നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചത്. പക്ഷേ അന്ന് CPIM നേതൃത്വം ഇക്കാര്യത്തിൽ മാധ്യമങ്ങളെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങൾ അനാവശ്യ വിവാദം ഇപ്പോൾ കൊണ്ടുവരികയാണ്. ഇ പി ജയരാജൻ്റെ കൂടിക്കാഴ്ച നിഷ്കളങ്കമായിരുന്നു എന്ന നിലയിലാണ്, അദ്ദേഹം തന്നെ അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇ പി ജയരാജൻ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് സമ്മതിച്ചു കഴിഞ്ഞു, പ്രകാശ് ജാവ്ദേക്കറും സമ്മതിച്ചു കഴിഞ്ഞു. പിന്നീട് എന്താണ് മാധ്യമങ്ങൾക്ക് കുഴപ്പം എന്ന നിലയിലായിരുന്നു അന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരണം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണം, ആ പ്രതികരണം ഒരുപക്ഷെ ഇ പി ജയരാജൻ അന്ന് മുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞേക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹത്തിനും വഴിയൊരുക്കിയിരുന്നതാണ്. പാപി ശിവനോട് കൂടിയാൽ ശിവനും പാപിയാകും എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഈ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരുന്നത്. പക്ഷേ ഇ പി ജയരാജനെ പിന്നീട് സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് CPIM സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ കാര്യത്തിൽ പിന്നീടൊരു വിശദ ചർച്ചയുണ്ടായിരുന്നില്ല. മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള CPI അടക്കം ഈ വിഷയത്തിൽ ഇ പി ജയരാജനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. CPIയുടെ സംസ്ഥാന കൗൺസിലിൽ വലിയ തോതിലുള്ള വിമർശനം, CPIക്ക് ഈ നിലയിലുള്ള ഒരു തിരുത്തലുകളും വരുത്താൻ CPIയുടെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനമൊക്കെ CPIയുടെ സംസ്ഥാന കൗൺസിലുണ്ടായി. പക്ഷേ CPIM ആ കാര്യത്തിലൊന്നും ഒരു വിശദമായ ചർച്ചയിലേക്ക് കടന്നിരുന്നില്ല. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തു. നേതാക്കൾ തമ്മിൽ, പ്രത്യേകിച്ച് ഇ പി ജയരാജനും മറ്റു നേതാക്കളുമായി വാക്കേറ്റമുണ്ടായി. അതിനുശേഷമാണ് ഇ പി ജയരാജൻ ഇപ്പോൾ അദ്ദേഹത്തെ ഈ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ഏകദേശ ധാരണയിലേക്ക് CPIM നേതൃത്വം എത്തിയത്. ഇന്നത്തെ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്നലത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനം അറിയിക്കും. ആ തീരുമാനം അംഗീകരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി സാധാരണഗതിയിൽ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇ പി ജയരാജൻ വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ, അല്ലെങ്കിൽ വിവാദ തുടർച്ചകൾക്ക് പിന്നാലെ ഇ പി ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയാൻ പോവുകയാണ്. പുതുതായി LDF കൺവീനർ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ AK ബാലൻ്റെയും TP രാമകൃഷ്ണൻ്റേതുമാണ്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ നിലയിലുള്ള ഒരു ചർച്ചയും നടന്നതാണ്. പക്ഷേ AK ബാലൻ മുന്നണി നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിനുള്ള വിമുഖത അദ്ദേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം പാർട്ടിയിൽ CPIMൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ നേതൃത്വം നൽകുക, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന നിലയിലാണ് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ. അതുകൊണ്ട് തന്നെ AK ബാലൻ മുന്നണി കൺവീനറാകുന്നതിനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ TP രാമകൃഷ്ണൻ്റെ പേരാണ് വളരെ സജീവമായി ഉയർന്നു കേൾക്കുന്നത്. SKN.